ദൈവമേ, എത്ര വീടുകൾ കയറി ഇറങ്ങി. ഇത്രയും സമയമായിട്ടും ആർക്കും ഒന്നും വേണ്ടായല്ലോ. കൈനീട്ടം പോലും വിറ്റിട്ടില്ല. ചേച്ചി, ചേച്ചി, ഇവിടെ ആരും ഇല്ലെന്ന് തോന്നുന്നു. ഇന്ന് ആരെയാണാവോ കണി കണ്ടത്? എന്താണ് ചേട്ടാ, ടോയ്ലറ്റ് കഴുകുന്ന ലോഷൻ ഒരെണ്ണം എടുക്കട്ടെ? എനിക്കൊന്നും വേണ്ട. എന്ത് നിങ്ങൾക്ക് പണിയൊന്നും ഇല്ല. സാറേ, ലോഷൻ എടുക്കട്ടെ? ലോഷനോ? എന്ത് ലോഷൻ? സാറേ, ടോയ്ലറ്റ് ക്ലീനർ, ഫ്ലോർ ക്ലീനർ, കാർ വാഷ്, ഹാൻഡ് വാഷ്, എന്തെങ്കിലും ഒന്ന് എടുക്കട്ടെ സാറേ? അയ്യോ, ഒന്നും വേണ്ട. എനിക്ക് സത്യത്തിൽ എന്തൊക്കെയാ വീട്ടിൽ വേണ്ടെന്ന് എനിക്ക് അറിയില്ല. എല്ലാം ജോലിക്കാരൊക്കെയാണ് ചെയ്യുന്നത്. സാറേ, രാവിലെ ഇറങ്ങിയതാ. വേറെ ഒരു നിവൃത്തിയില്ലാത്തത് കൊണ്ട് ആരും ഇതുവരെ ഒന്നും എടുത്തില്ല. സാറേ പ്ലീസ്. അതിപ്പോ ഇങ്ങനൊക്കെ ചോദിച്ചാ. സാറിന് എന്താ ജോലി? അയ്യോ, ഇത് രാകേഷ് സാറല്ലേ? അതെ, ഞാനൊരു ബിസിനസ്സുകാരനാ. എന്നെ പരിചയമുണ്ടോ? സാർ ഇളവനാട് ഒരു പാരൽ കോളേജിൽ പഠിപ്പിച്ചതല്ലേ? അതെ, ഇളവനായിട്ട് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെ അറിയാം? സാർ അവിടെ പഠിപ്പിക്കുന്ന സമയത്ത് ഞാൻ അവിടുത്തെ ഒരു സ്റ്റുഡന്റ് ആയിരുന്നു. ആഹാ, പക്ഷെ ഞാൻ ഓർക്കുന്നില്ല കേട്ടോ. പേരെന്താ? എന്റെ പേര് രമ്യ. തന്നെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടോ? പക്ഷെ ഞാൻ ഓർക്കുന്നില്ല കേട്ടോ. അയ്യോ, സാർ എന്നെ പഠിപ്പിച്ചിട്ടില്ല. സാറ് സയൻസിലല്ലായിരുന്നോ? ഞാൻ ഫോർത്ത് ഗ്രൂപ്പ് ആയിരുന്നു. എന്നെ പിന്നെ എങ്ങനെ ഓർത്തിരുന്നു? സാർ അന്ന് കോളേജിലെ ഹീറോ അല്ലായിരുന്നോ? എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക്. ആഹാ, കുട്ടികളോടെല്ലാം കൂട്ടുകാരെ പോലല്ലായിരുന്നു സാർ ഇടപെടുന്നത്. എനിക്കും അന്ന് ഭയങ്കര ഇഷ്ടമായിരുന്നു. ചേടാ, ഇതൊക്കെ ഇപ്പോഴാണല്ലോ ഞാൻ അറിയുന്നത്. അന്ന് ഇതുവല്ല അറിഞ്ഞ സാറ് ഞങ്ങളെ തല്ലി പൊട്ടിക്കത്തില്ലായിരുന്നോ? ഭയങ്കര അടിയനായിരുന്നു. അതേതായാലും കൊള്ളാം. ആട്ടെ, നീ എന്താ ഈ ലോഷൻ വിൽക്കാൻ ഇറങ്ങിയത്? ഇത്രയും പഠിച്ചിട്ടും ജോലിയൊന്നും കിട്ടിയില്ലേ? ഇല്ല സാറേ, ഡിഗ്രിക്ക് നല്ല മാർക്കുണ്ടായിരുന്നു. പഠിക്കണമെന്നൊക്കെ നല്ല ആഗ്രഹമായിരുന്നു. ആ സമയത്താണ് അമ്മയ്ക്ക് വയ്യാതായത്. അപ്പൊ നീ ഇതുവരെ കല്യാണമൊന്നും കഴിച്ചില്ല അല്ലേ? ആലോചനകളൊക്കെ ഒരുപാട് വന്നു. ചെറുക്കന്മാരൊക്കെ വന്നു, കണ്ടു, പോയി. പക്ഷേ ശ്രീധനമായിട്ട് അവർക്കാർക്കും എൻ്റെ അമ്മയെ വേണ്ടെന്ന്. എൻ്റെ അമ്മയാണ് എൻ്റെ ധനം. ശ്രീധനം വേണ്ടാത്തവർക്കും അമ്മയെ വേണ്ട. അമ്മയെ കളഞ്ഞൊരു ജീവിതം എനിക്കും വേണ്ട. അല്ല, നിനക്ക് വീട്ടിൽ വേറെ ആരുമില്ലേ? ഓ, എനിക്കൊരു ആങ്ങളെ ഉണ്ടായിരുന്നു. എവിടുന്നും ഒരു പെണ്ണിനെയും കൊണ്ട് നാട് വിട്ടു പോയതാ. പിന്നെ ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ല. വല്ലാത്തൊരു ട്രാജഡി ആയിപ്പോയല്ലോ കൊച്ചേ നിന്റെ ജീവിതം. ഏതാണ്ടൊക്കെ എന്റെ പോലൊക്കെ തന്നെ. സാറിന്റെ ഫാമിലിയൊക്കെ? ഞാൻ ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ലടോ. അന്ന് കോളേജിൽ പഠിപ്പിക്കുന്ന സമയത്താ എനിക്കൊരു വിസ കിട്ടിയത്. തനിക്കത് ഓർമ്മ കാണുമെന്ന് തോന്നുന്നു. ആ, അത് ഞാൻ ഓർക്കുന്നു. കഷ്ടപ്പാട് വളർന്നതുകൊണ്ട് പൈസ ഉണ്ടാക്കണ ഒരൊറ്റ ചിന്തയേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് കുറെ കാലം അങ്ങനെ ഗൾഫിൽ ജോലി ചെയ്തു. പിന്നെ നാട്ടിൽ വന്നൊരു ബിസിനസ് ഒക്കെ തുടങ്ങി. പൈസ ഒക്കെ ഇഷ്ടം പോലെ ആയി. അപ്പോഴത്തേക്കും കല്യാണപ്രായം കഴിഞ്ഞു പോയി. ഇപ്പം വീട്, കാറ്, പൈസ എല്ലാമായി. പക്ഷെ ജീവിതം ഒറ്റത്തടിയായി. അപ്പൊ സാറിന്റെ വീട്ടിൽ വേറെ ആരുമില്ലേ? ഇതാ വെള്ളം കുടിക്ക്. അമ്മയുണ്ട്. തന്റെ വീട്ടിലെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇപ്പം വയ്യാണ്ടായി. പിന്നെന്താ സാറ് കല്യാണം കഴിക്കാഞ്ഞത്? ആലോചനകളൊക്കെ ധാരാളം വരുന്നുണ്ടോ. പണം ഉണ്ടാക്കാൻ നടന്ന സമയം കഴിഞ്ഞു പോയി. ഇപ്പം വരുന്ന ആലോചനകളൊക്കെ 2 കുട്ടികളുള്ളതും 2ാം കെട്ടും ഒക്കെയാ. മനസ്സിന് പിടിച്ചതൊന്നും വരുന്നില്ല. എന്നാ ഞാൻ പോട്ടെ സാറേ, സമയം ഒരുപാടായി. ഇതൊക്കെ വിറ്റിട്ട് വേണം വീട്ടുകാര്യങ്ങളും അമ്മയുടെ കാര്യങ്ങളും ഒക്കെ നോക്കാൻ. പോട്ടെ സാറേ. എന്തായാലും താനൊരു കാര്യം ചെയ്യും. ഒരു 3 ലോഷനും പിന്നെന്താ ഉള്ളത്? ഹാൻഡ് വാഷോ? ഹാൻഡ് വാഷോ? ഒരു ഹാൻഡ് വാഷ് എന്താ? ഇത് ഞാൻ പിടിക്കും. ഹാൻഡ് വാഷ് കുറെ ഉണ്ടല്ലോ ഐറ്റങ്ങള്. എത്ര ഇതിന്റെ വില? 450. 450? സാറേ, 50 രൂപ ബാലൻസ്. എന്നാ ശരി, എന്നാ വീണ്ടും കാണാം. ഓക്കെ. ഹലോ,
ഒരു കാര്യം പറയാൻ മറന്നുപോയി. എന്തുവാ സാറേ? എന്തുവാ സാറേ? അതെ, കാർ ഷാമ്പു ഉണ്ടായിരുന്നോ? ഉണ്ട് സാറേ. അതെ, ഈ സാറേ വിളി ഒന്ന് മാറ്റി പിടിക്കുവോ? പോരുന്നോ എൻ്റെ കൂടെ? ഞങ്ങൾ പാവങ്ങളാ സാറേ. ആര് പറഞ്ഞു താൻ പാവമാണെന്ന്? തൻ്റെ അമ്മ തൻ്റെ കൂടില്ലേ? എടോ, നമ്മുടെ ഏറ്റവും വലിയ ധനം എന്ന് പറയുന്നത് നമ്മുടെ അച്ഛനമ്മമാരാ. ആ അമ്മയെ ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം. ഞങ്ങൾക്കൊന്നും തരാനില്ല സാറേ. സ്ത്രീധനമായിട്ട് അമ്മയെ തന്നാൽ മതി. എന്താ സാറേ? ഞാൻ വരാം വീട്ടിൽ. അമ്മയോട് ചോദിച്ച് 4 ആൾ അറിയാൻ ഞാൻ കൊണ്ടുപോയിക്കോളാം. എന്താ, സമ്മതമാണോ? ഫോൺ നമ്പർ ഇങ്ങിതാ, ഞാൻ വീട്ടിൽ വന്ന് അമ്മയെ കണ്ടോളാം.